എല്ലാവർക്കും പഞ്ചതന്ത്രം കഥകളിലേക്ക് സ്വാഗതം. മിത്രഭേദത്തിലെ 6 കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി 7ാമത്തെ കഥയും 8ാമത്തെ കഥയും കൂടി ചേർത്തേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കഥയുടെ പോക്ക്. അപ്പോൾ ദമനകൻ സൂത്രം കൊണ്ട് വേണം കാര്യം നേടാൻ എന്ന് കരടകനോട് പറഞ്ഞല്ലോ. അപ്പോൾ ആ സൂത്രം കൊണ്ട് കാക്കപ്പെണ്ണ് കൃഷ്ണസർപ്പത്തെ കൊല്ലിച്ച കഥ കേട്ടിട്ടില്ലേ എന്ന് ദമനകൻ ചോദിച്ചപ്പോൾ കരടകൻ ആ കഥ പറയും. ആ കഥ ആണ് പറയണത്. ആ കഥയുടെ ഉള്ളിൽ വേറൊരു കഥയും കൂടി. അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ്. ഒരിടത്ത് ഒരു പേരാലിൻ്റെ മുകളിൽ ഒരു ആൺകാക്കയും പെൺകാക്കയും ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ഒരു കൃഷ്ണസർപ്പം ഈ പൊത്തിൽ വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് തിന്നും. ഈ കൃഷ്ണസർപ്പം ഈ കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് നോക്കിയിരിക്കും ഈ കുഞ്ഞുങ്ങളെ തിന്നാൻ. ഈ കാക്കപ്പെണ്ണ് പെറ്റ് മുട്ടയിട്ട് വിരിച്ച് ഉണ്ടാവണ കുഞ്ഞുങ്ങളെ മുഴുവൻ ഈ കൃഷ്ണസർപ്പം തിന്നും. കാക്കക്ക് വലിയ സങ്കടമായി. ഒരു കുഞ്ഞിനെ പോലും വളർത്താൻ കിട്ടണില്ല. അങ്ങനെ വേറെ ഒരു മരച്ചുവട്ടിൽ താമസിക്കണ ഇവരുടെ ചങ്ങാതിയുണ്ട്, ഒരു കുറുക്കൻ. ആ കുറുക്കനെ പോയി കണ്ട് സങ്കടം പറഞ്ഞു ഇവർ കാക്കകൾ. ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്കൻ അവരെ സമാധാനിപ്പിച്ചു. അവനെ എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിച്ച് കൊല്ലാൻ നോക്കണം. നിസ്സാരനാണെങ്കിലും ഈ ഉപായം അറിയാവുന്നവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. മത്സ്യങ്ങളെ തിന്നു കഴിഞ്ഞ് കൊറ്റി അത്യാഗ്രഹം കൊണ്ട് ഞണ്ടിനെ തിന്നാൻ ശ്രമിച്ചപ്പോൾ ഞണ്ട് കൊറ്റിയുടെ കഴുത്തറുത്ത് കൊന്ന കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു കുറുക്കൻ കാക്കകളോട്. അപ്പോൾ കാക്കകൾ പറഞ്ഞു, ആ കഥ ഞങ്ങൾ കേട്ടിട്ടില്ല, അതൊന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കഥയാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ കുറുക്കൻ കാക്കകളോട് കഥ പറയാണ്. ഒരു കാട്ടുപ്രദേശത്ത് വലിയൊരു കുളം ഉണ്ടായിരുന്നു. അവിടെ വയസ്സായൊരു കൊക്ക് ഉണ്ടായിരുന്നു. മത്സ്യങ്ങളെ പിടിച്ച് സ്വയം പ്രയത്നിച്ച് മത്സ്യങ്ങളെ പിടിച്ച് തിന്നാൻ പോലും വയ്യാണ്ടായി അവന്. അങ്ങനെ വിശന്ന് വലഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ കരച്ചിൽ കണ്ടിട്ട് ഒരു ഞണ്ട് വന്നിട്ട് കാര്യം ചോദിച്ചു. അപ്പോൾ കൊക്ക് പറഞ്ഞു, വൈരാഗ്യം വന്നു എനിക്ക്. ഞാൻ ഇനി ഒന്നും കഴിക്കാതെ മരിക്കാനാണ് വ്രതം. അങ്ങനെ ഒരു വ്രതം എടുത്തിരിക്കുകയാണ്. വെള്ളവും കുടിക്കാതെ ഭക്ഷണവും കഴിക്കാതെ മരിക്കാം എന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു. അപ്പം ഞണ്ടിന് അത്ഭുതമായി. അയ്യോ, എന്താ അമ്മാവാ ഇങ്ങനെ ഒരു വൈരാഗ്യത്തിന് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ കൊറ്റി പറഞ്ഞു, ഇനി 12 കൊല്ലത്തേക്ക് മഴ ഉണ്ടാവില്ല എന്ന് കേൾക്കണത്. അപ്പോൾ എനിക്കങ്ങോട്ട് ദുഃഖം സഹിക്കാൻ വയ്യാണ്ടായി, അത് കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരായി പറഞ്ഞ 12 വർഷത്തേക്ക് ഇനി മഴ പെയ്യില്ല എന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു കൊക്കിനോട് ഞണ്ട്. അപ്പോൾ കൊക്ക് പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതൻ ജ്യോത്സ്യൻ ഉണ്ടത്രേ. ഇപ്പം തന്നെ അധികം വെള്ളമൊന്നും ഇല്ല ഈ കുളത്തിൽ. ഇനി മഴയും കൂടി പെയ്യാതെ ഇരുന്നാലുള്ള വെള്ളവും വറ്റിപ്പോവില്ലേ? വെള്ളം വറ്റിയാൽ എൻ്റെ ഒപ്പം കളിച്ചു വളർന്ന നിങ്ങളെപ്പോലെയുള്ള ജലജീവികളെല്ലാം നശിക്കില്ലേ? അതുകൊണ്ട് ഞാനിനി ഒന്നും ഭക്ഷണം കഴിക്കാതെ മരിക്കാനാണ് തീരുമാനിച്ചേക്കണത്, അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞണ്ട് ഈ വർത്തമാനം പോയിട്ട് ഈ വെള്ളത്തിലുണ്ടായിരുന്ന മറ്റേ എല്ലാ ജീവികളോടും പറഞ്ഞു. എല്ലാവർക്കും പേടിയായി. എന്നുവെച്ചാൽ 12 കൊല്ലത്തേക്ക് ഇനി മഴ പെയ്തില്ല എന്ന് വെച്ചാൽ വെള്ളം തീരെ ഉണ്ടാവില്ല. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ എന്ത് ചെയ്യും? അവരെല്ലാവരും കൂടി കൊക്കിൻ്റെ അടുത്ത് വന്നു. അമ്മാവാ, രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊക്ക് പറഞ്ഞു, ഇവിടുന്ന് കുറച്ച് ദൂരത്തെ ചെന്നാൽ എത്ര കാലം മഴ പെയ്തില്ലെങ്കിലും വെള്ളം വറ്റാത്ത ഒരു കുളമുണ്ട്, ഒരു താമരക്കുളമുണ്ട്. അപ്പോൾ എൻ്റെ പുറത്ത് കയറിയിരുന്നാൽ ഞാൻ നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടാക്കാം. ഓരോരുത്തരായി എൻ്റെ പുറത്ത് കയറിയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വിശ്വസിച്ചു ഈ കൊക്കിൻ്റെ വാക്ക്. ഈ ദുഷ്ടനായിരുന്നു കൊക്ക്. കൊക്കിങ്ങനെ ഓരോരുത്തരെയായി പുറത്ത് കയറ്റി കുളത്തിലേക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോകും. എന്നിട്ട് കുറേ ദൂരെ ചെന്നൊരു കല്ലിമേ വെച്ചിട്ട് കൊണ്ടുപോയി വെച്ച് അതിങ്ങളെയൊക്കെ കൊന്നങ്ങ് തിന്നും. അങ്ങനെയായി പതിവ്. ഇപ്പോൾ വിശപ്പ് മാറിയല്ലോ. അവനവൻ്റെ വിശപ്പ് മാറ്റുക എന്നാണ് പറഞ്ഞത്. അതായിരുന്നു ലക്ഷ്യം.
അങ്ങനെ ദിവസം ഓരോ ജലജീവികളെ ഇങ്ങനെ തിന്നു പോന്ന് അങ്ങനെ വിശപ്പ് മാറ്റിക്കൊണ്ടിരുന്നു. ഇതൊന്നും അറിയാതെ ഒരു ദിവസം പഴയ ഞണ്ട് വന്നിട്ട് സങ്കടത്തോടെ കൊക്കിനോട് പറഞ്ഞു, അമ്മാവാ, ആദ്യം അമ്മാവൻ എന്നോടാണല്ലോ ഇങ്ങനെ സ്നേഹപൂർവ്വം പറഞ്ഞത് അവിടെ ഒരു കുളമുണ്ട്, എല്ലാവരെയും ഞാൻ കൊണ്ടുപോവാം എന്നൊക്കെ, എന്നിട്ട് എന്നെ ഇത്ര ദിവസമായിട്ടും കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നെയും കൂടെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പം ദുഷ്ടനാണ് കൊക്ക് വിചാരിച്ചു, ഈ മത്സ്യങ്ങളെ തിന്ന് കുറേ ദിവസമായി മടുത്തു പോയി, ഇന്ന് കുറച്ച് ഞണ്ടിറച്ചി തിന്നാം, അതൊരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞണ്ടിനോട് പറഞ്ഞു, പുറത്ത് കയറിക്കോ, ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. കുറേ അങ്ങ് പറന്ന് കഴിഞ്ഞപ്പോൾ ഞണ്ട് ഇവൻ്റെ പുറത്തിരുന്ന് കണ്ടു മത്സ്യങ്ങളുടെ എല്ലും കൂട്ടം കുന്നുപോലെ കൂടിക്കിടക്കണത് ഈ ഞണ്ട് മോളിൽ നിന്ന് കണ്ടു, കൊക്കിൻ്റെ മുകളിലിരുന്ന് കണ്ടു. അപ്പോൾ അവൻ എന്നാലും ഒന്നും അറിയാത്ത ഭാവത്തിൽ കൊക്കിനോട് ചോദിച്ചു, അമ്മാവാ, ഇനി ഈ കുളത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കൊക്ക് പറഞ്ഞു, എടാ ഞണ്ടേ, എവിടെ വലിയ കുളം, കുളമൊന്നുമില്ല, എൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള യാത്രയാണിത്, ഞാനിപ്പോൾ ഇതാ നിന്നെ ഈ കല്ലിൻ്റെ മുകളിൽ വെച്ച് തിന്നാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞണ്ട് എന്ത് ചെയ്തു, ആ കൊക്കിൻ്റെ കഴുത്തിൽ പിടിച്ച് ഇറുക്കി അവനെ കൊന്നു. എന്നിട്ട് ആ കഴുത്തിങ്ങോട് ഇറുത്തെടുത്തു. ആ കൊക്കിൻ്റെ കയ്യിന് കാലുമൊക്കെ നല്ല മൂർച്ചയുള്ളതല്ലേ, അങ്ങോട്ട് ഇറുക്കി പിടിച്ചാൽ അങ്ങ് പോരും. അങ്ങനെ കൊക്കിൻ്റെ കഴുത്ത് എടുത്തിട്ട് അവനെ നടന്ന് പഴയ കുളത്തിൽ തിരിച്ചെത്തി. അപ്പോൾ അവിടെയുള്ള വെള്ളത്തിലെ ജീവികളെല്ലാം ഓടി വന്നു, എടാ ഞണ്ടേ, അമ്മാവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞണ്ട് ഇത് കേട്ട് ഉറക്ക ചിരിച്ചു. കള്ള കൊറ്റിയായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയവരെ ഒക്കെ അവിടെ ഒരു കല്ലുമ്മ വെച്ചിട്ട് കൊണ്ടുപോയി വെച്ച് തിന്നുമായിരുന്നു അവൻ. ഞാനാണെങ്കിൽ എൻ്റെ ആയുസിൻ്റെ വലിപ്പം കൊണ്ട് അവൻ്റെ സൂത്രം കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവനെ ഇറുക്കി ഞാൻ കൊന്നു. അവൻ്റെ കഴുത്താ എൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്കൊക്കെ സുഖമാവും. അവൻ പറഞ്ഞതൊക്കെ നുണയാണ്, 12 കൊല്ലം മഴ പെയ്യില്ല, ദൂരെ ഒരു കുളമുണ്ട്, ഇതൊക്കെ നുണയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധിപ്പിച്ചു. ആ കൊക്കിൻ്റെ കഴുത്ത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ പറയണതൊക്കെ ശരിയാണെന്നും മനസ്സിലായി. അപ്പോൾ കുറുക്കൻ കാക്കകളോട് പറഞ്ഞു, എത്ര നിസ്സാരനാണെങ്കിലും സൂത്രം ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ, സൂത്രക്കാരനാണെങ്കിൽ ഏത് ഉപായം അറിയാവുന്നതിനെ ഏത് ധൈര്യശാലിക്ക് പോലും കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഉപായം അറിയാവുന്നവനെ എത്ര ധൈര്യശാലി ആയാലും കൊല്ലാൻ പറ്റില്ല എന്നാണ് കുറുക്കൻ പറയണത്. അപ്പോൾ കാക്കകളോട് കുറുക്കൻ പറഞ്ഞു, നിങ്ങൾ വല്ല പണക്കാരൻ്റെയും സ്വർണ്ണമാല എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്ക്, എന്നിട്ട് അത് കൊത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ പാമ്പിൻ്റെ മാളത്തിലിടുക. അപ്പം മാല എടുക്കാൻ വരുന്ന ആൾക്കാർ ആ പാമ്പിനെ തല്ലി കൊന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കാക്കപ്പെണ്ണ് ഒരു കുളത്തിൽ കണ്ടു കുറേ രാജകുടുംബത്തിലെ കുറേ സ്ത്രീകൾ കുളിക്കണത് കണ്ടു. അവർ ഈ ആഭരണങ്ങളൊക്കെ കരയ്ക്ക് അഴിച്ചു വെച്ചിട്ടാണ് കുളിക്കണത്. അതൊക്കെ കാക്ക കണ്ടു. അപ്പം കാക്കപ്പെണ്ണ് എന്ത് ചെയ്തു, അതിൽ നിന്ന് ഒരു സ്വർണ്ണമാല എടുത്ത് പതുക്കെ പറന്ന് ഈ പറന്നു പോകുമ്പോൾ രാജാവിൻ്റെ ഭൃത്യന്മാർ കാവലുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ. അവർ വടിയും കുന്തവും ഒക്കെ ആയിട്ട് ഈ കാക്കയുടെ പുറകെ ഓടി. അപ്പം കാക്ക ഈ മാല എന്ത് ചെയ്തു, ഈ പാമ്പിൻ്റെ മാളത്തിൽ കൊണ്ടിട്ടിട്ട് ദൂരെ പോയി നിന്നു, ഒളിച്ച് നോക്കി. അപ്പോൾ മാളത്തിൽ അങ്ങനെ പാടമൊക്കെ വിടർത്തി കൃഷ്ണസർപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. ഈ രാജഭൃത്യന്മാർ ചെന്നപ്പോൾ അവർ അതിനെ തല്ലിക്കൊന്നു, എന്നിട്ട് മാല എടുത്തുകൊണ്ട് പോന്നു. അതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ കിട്ടാൻ തുടങ്ങി കാക്കകൾക്ക് ഈ സൂത്രം ചെയ്തത് കൊണ്ട് എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ടാണ് ദമനകൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയണത്, പരാക്രമം കൊണ്ടല്ല സൂത്രം പ്രയോഗിച്ചിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ നേടാൻ എന്ന്. ബുദ്ധിയുള്ളവനാണ് ശക്തൻ. അല്ല മതോന്മത്തനായ ഈ സിംഹത്തെ ഒരു സിംഹത്തെ മുയൽ വീഴ്ത്തിയ കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കഥ അല്ലേ, സിംഹത്തിനെ മുയൽ വീഴ്ത്തിയ കഥ. അപ്പോൾ കരടകൻ അത് കേട്ടിട്ടില്ല അത്രേ. അപ്പോൾ കരടകനോട് ദമനകൻ ആ കഥ പറയും. അതാണ്
അടുത്ത കഥ അത് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.